ഭാരതത്തിൻ്റെ സൈനിക രംഗത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വളരെ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. സൈന്യത്തിനാകെ ഒരു തലവനെന്ന നിലയിൽ CDSൻ്റെ നിയമനം നമ്മുടെ സൈന്യത്തിൻ്റെ ഇൻ്റഗ്രേഷനും നമ്മുടെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാനും കാരണമായി. ആദരണീയ സഭാപതിജി, നമ്മുടെ പ്രധാനപ്പെട്ട 3 സൈനിക മേഖലയും കൂടി ഒന്നിച്ചുകൊണ്ട് ഒരു നിയന്ത്രണത്തിൽ കൊണ്ടുവരേണ്ടത് യുദ്ധമേഖലകളിൽ തിയേറ്റർ കമാൻഡിന് ഏറ്റവും അത്യാവശ്യമുള്ളതായിരുന്നു. എനിക്ക് സന്തോഷമുണ്ട് ആ രീതിയിൽ ഒരു നിയമനം കൊണ്ടുവരാനും നമ്മുടെ സൈന്യത്തെ ശക്തിപ്പെടുത്താനും എൻ്റെ കാലത്ത് കഴിഞ്ഞു എന്നതിൽ. നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യം കുറേ കൂടി യുവത്വമുള്ളതാകേണ്ടിയിരുന്നു. സൈന്യമെന്ന് പറയുന്നത് ശത്രുവിനെ അതേ നാണയത്തിൽ തിരിച്ചടികൊടുക്കാൻ ശേഷിയുള്ളവരായിരിക്കണം. നമുക്ക് നമ്മുടെ രാജ്യത്തെ യുവാക്കളിൽ വിശ്വാസമുണ്ടായിരിക്കണം. നമ്മുടെ സൈന്യത്തിൽ കൂടുതൽ യുവാക്കളുടെ സാന്നിധ്യം ഉണ്ടാകണം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ നിരന്തരം യുദ്ധത്തിന് യോഗ്യരായ ഒരു സൈന്യത്തെ ഉണ്ടാക്കുന്നതിന് വേണ്ടി എല്ലാ രീതിയിലും മാറ്റങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാസമയത്ത് സൈന്യത്തിൽ നവീകരണം വരുത്താത്തത് കാരണം നമ്മുടെ സൈന്യത്തിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഒരുപാട് കുറവുകളുണ്ടായിരുന്നു. പക്ഷേ അതിനെക്കുറിച്ച് ഞാൻ ജനങ്ങളോട് പറയാതിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മാത്രം ഞാൻ മൂടിക്കെട്ടിയിരിക്കുകയായിരുന്നു. രാജ്യത്തിൻ്റെ സുരക്ഷ എന്ന് പറയുന്നത് വളരെ സീരിയസ് ആയി കാണേണ്ട ഒരു വിഷയമാണ്. അതൊരു തമാശക്കളിയല്ല. അഗ്നിവീർ പോലെയുള്ള പുതിയ നവീകരണ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കിയത് നമ്മുടെ സൈന്യത്തെ കൂടുതൽ യുവത്വമുള്ളതും ശക്തിയുള്ളതുമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കാലം മാറിയിരിക്കുന്നു, യുദ്ധത്തിൻ്റെ രൂപം മാറിയിരിക്കുന്നു, ആയുധങ്ങളുടെ രീതികൾ മാറിയിരിക്കുന്നു, ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രീതി മാറിയിരിക്കുന്നു, ടെക്നോളജി മാറിയിരിക്കുന്നു. ആ കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ സൈന്യത്തെയും മാറ്റേണ്ടതുണ്ട്. സൈന്യത്തെ കൂടുതൽ ശക്തമാക്കേണ്ടത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമായതുകൊണ്ടും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ടുമാണ് പ്രതിപക്ഷത്തു നിന്നും വെറും വൃത്തികെട്ട രീതിയിലുള്ള ആരോപണങ്ങളും നുണകളും സൈന്യത്തിനെക്കുറിച്ച് പറഞ്ഞിട്ടും ഞങ്ങൾ മിണ്ടാതിരിക്കുന്നത്. ആ രീതിയിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തെ കൂടുതൽ ശക്തമാക്കാനുള്ള നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ ഈ ലോകമാകെ നുണകൾ പറയുകയാണ്, നമ്മുടെ സർക്കാരിനെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചും സൈനികരെക്കുറിച്ച് പോലും. ആദരണീയ സഭാപതിജി, കോൺഗ്രസ് എല്ലാ കാലത്തും നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തെ ശക്തിപ്പെടുത്താൻ ശ്രമിച്ചിട്ടേയില്ല. എങ്ങനെയൊക്കെ സൈന്യത്തിൻ്റെ ശക്തി ഇല്ലാതാക്കാൻ കഴിയുമോ അതാണ് കോൺഗ്രസ് എല്ലാ കാലത്തും ശ്രമിച്ചുകൊണ്ടേയിരുന്നത്. ആദരണീയ സഭാപതിജി, ഈ രാജ്യത്ത് ആർക്കാണ് അറിയാത്തത് നെഹ്റുവിൻ്റെ ഭരണകാലത്ത് നമ്മുടെ സൈന്യത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നില്ല എന്നത്? കോൺഗ്രസ് ഭരിക്കുമ്പോഴെല്ലാം നമ്മുടെ സൈന്യത്തെ ഉപയോഗിച്ചത് ആയിരക്കണക്കിന് രൂപയുടെ അഴിമതി നടത്തുന്നതിന് വേണ്ടി മാത്രമാണ്. ആയുധ ഇടപാടുകളിൽ ഓരോ കാര്യത്തിലും അഴിമതി നടത്താൻ വേണ്ടി മാത്രമാണ് അവർക്ക് സൈന്യത്തെ ആവശ്യമുണ്ടായിരുന്നത്. അത്തരം അഴിമതികൾ കൊണ്ടാണ് നമ്മുടെ സൈന്യത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയിരുന്നത്. ആ കാലത്ത് നമ്മുടെ സൈന്യം എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യപ്പെട്ടാലും ആ ആവശ്യങ്ങളിലെല്ലാം കോൺഗ്രസ് സ്വാതന്ത്ര്യം നേടിയ കാലം മുതൽ കണ്ടത് അതിൽ എങ്ങനെ ആ പർച്ചേസിൽ അഴിമതി നടത്തി അവർക്ക് പണമുണ്ടാക്കാമെന്നാണ്. സൈന്യത്തെ ശക്തിപ്പെടുത്തണമെന്നുള്ള ചിന്ത കോൺഗ്രസ്സിന് ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. ജീപ്പ് അഴിമതിയായാലും ബൊഫോഴ്സ് അഴിമതിയായാലും ബൻറൂപ്പി അഴിമതിയായാലും ഈ അഴിമതികളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സൈന്യത്തിൻ്റെ ശക്തി ഇല്ലാതാക്കുകയാണ് ചെയ്തത്. ഭരണവർഗത്തിലിരുന്നു കൊണ്ട് ഈ കുടുംബം അവർ പണമുണ്ടാക്കുകയും ചെയ്തു. ആദരണീയ സഭാപതിജി, ഇവിടെ ഇങ്ങനെ ഒരു കാലവും ഉണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് നമ്മുടെ സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പോലും ഉണ്ടായിരുന്നില്ല. അവർ ഭരണത്തിലിരിക്കുമ്പോഴെല്ലാം ഈ രാജ്യത്തെ സൈന്യത്തെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. സൈന്യത്തിൻ്റെ ശക്തി കുറയ്ക്കാൻ അവർ ശ്രമിച്ചിരുന്നു. ആയുധ ഇടപാടുകളിൽ പണമുണ്ടാക്കാൻ അവർ ശ്രമിച്ചിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിരിക്കുമ്പോഴും ആത്മാർത്ഥതയോടെ ഈ രാജ്യത്തെ സേവിക്കുന്ന ആളുകൾ ഈ രാജ്യം ഭരിക്കുമ്പോൾ, സൈന്യത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ ഇല്ലാതാക്കാൻ, അവരുടെ ശക്തി കുറയ്ക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് അവർ ഈ രാജ്യത്ത് നുണകൾ പറയുന്നത്. അതിനുവേണ്ടിയിട്ടാണ് അവർ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഈ കോൺഗ്രസ് അധികാരത്തിലിരുന്നപ്പോൾ വാജ്പേയി സർക്കാർ മുന്നോട്ട് വെച്ച വാങ്ങാൻ തീരുമാനിച്ച ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാതിരിക്കുകയാണ് ചെയ്തത്. അതേസമയം തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ശേഷം റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അതിലും ഇവർ ദുരാരോപണം ഉന്നയിച്ച് സൈന്യത്തിൻ്റെ ശക്തി ഇല്ലാതാക്കാൻ ശ്രമിച്ചു. റാഫേൽ ഫൈറ്റർ ജെറ്റുകൾ രാജ്യത്തേക്ക് കൊണ്ടുവരാതിരിക്കാൻ ഇവർ ശ്രമിച്ചത് എന്തിനാണെന്ന് ഇവർ പറയണം.
നമ്മുടെ രാജ്യം വളരെ പ്രാധാന്യത്തോടുകൂടി റാഫേൽ എയർഫോഴ്സിന് നൽകാൻ ശ്രമിക്കുമ്പോൾ ഈ ബാലകബുദ്ധി പയ്യൻ ചെയ്തത് റാഫേൽ കളിപ്പാട്ടമെടുത്ത് ആകാശത്തേക്ക് ഉയർത്തിക്കാണിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ സൈനികരെ അപമാനിക്കാനാണ് ശ്രമിച്ചത്. ആ കോൺഗ്രസ്സാണ് ഇപ്പോഴും സൈന്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടി നടപ്പിലാക്കിയ അഗ്നിവീർ പദ്ധതിയെക്കുറിച്ച് നുണ പറയുന്നത്. ഈ രാജ്യത്തെ യുവാക്കളിൽ പോലും സംശയമുണ്ടാക്കുന്നതിന് വേണ്ടി, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്ന യുവാക്കളെ പോലും വഴിതെറ്റിക്കുന്ന രീതിയിലാണ് പ്രതിപക്ഷ നേതാവും ഈ കോൺഗ്രസ് പാർട്ടിയും സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ യുവാക്കൾ സൈന്യത്തിൽ ചേരാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമ്പോൾ അവരെ അഗ്നിവീർ പദ്ധതിയിൽ നിന്ന് പിന്മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ രീതിയിൽ നുണകൾ പറഞ്ഞു വരുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ ഈ സഭയുടെ മാധ്യമം ഉപയോഗിച്ചുകൊണ്ട് അങ്ങയിലൂടെ പ്രതിപക്ഷത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, ആർക്കു വേണ്ടിയാണ് കോൺഗ്രസ് നിങ്ങൾ നമ്മുടെ രാജ്യത്തെ സൈന്യത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? ആർക്ക് പ്രയോജനം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺഗ്രസ് ഈ രീതിയിൽ നമ്മുടെ സൈന്യത്തെക്കുറിച്ച് നുണകൾ പറയുന്നത്, ദുർബലമാക്കാൻ ശ്രമിക്കുന്നത്? ആതിരയുടെ സഭാപതിജി, ഇന്ദിരാഗാന്ധിയുടെ ഭരണകാലത്താണ് 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുമെന്ന് സൈനികർക്ക് വാഗ്ദാനം നൽകിയത്. എന്നാൽ 40 വർഷങ്ങളോളം കോൺഗ്രസിന് അത് പൂർത്തിയാക്കാനായില്ല. അവസാനം 2014 തിരഞ്ഞെടുപ്പിൽ തോക്കുമെന്ന് ഉറപ്പായപ്പോൾ ബജറ്റിൽ വെറും 500 കോടി രൂപ വകയിരുത്തി ഈ രാജ്യത്തെ സൈനികരെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. എന്നാൽ 2014 അധികാരത്തിലെത്തിയ NDA സർക്കാർ 1 റാങ്ക് 1 പെൻഷൻ നടപ്പിലാക്കുകയും കൊറോണയെപ്പോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ടും നമ്മുടെ രാജ്യത്തിൻ്റെ പണത്തിന് കുറവുണ്ടായിട്ടും 1,20,000 കോടി രൂപയാണ് 1 റാങ്ക് 1 പെൻഷൻ പദ്ധതി നടപ്പിലാക്കുക വഴി ഈ രാജ്യത്തിൻ്റെ പഴയ സൈനികർക്കും നിലവിലുള്ള സൈനികർക്കും നൽകിയത്. ഇന്ന് ആത്മനിർഭർ ഭാരത് പദ്ധതി വഴി രാജ്യം ഹെലികോപ്റ്ററുകൾ നിർമ്മിക്കുന്നു, ആയുധങ്ങൾ നിർമ്മിക്കുന്നു. കോൺഗ്രസിൻ്റെ കാലത്ത് സൈനികർക്ക് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ പോലും പുറത്തു നിന്ന് വാങ്ങേണ്ടി വന്നിരുന്നെങ്കിൽ ഇന്ന് ആത്മനിർഭർ ഭാരത് വഴി ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളും ആയുധങ്ങളും മിസൈലുകളും യുദ്ധ ടാങ്കറുകളും ഹെലികോപ്റ്ററുകളും മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുന്ന തരത്തിലേക്ക് നമ്മുടെ രാജ്യം ശക്തമായി കഴിഞ്ഞിരിക്കുന്നു. ആദരണീയ സഭാപതിജി, എനിക്കിന്ന് വളരെ വലിയ സന്തോഷമായിരിക്കുന്നു, ഒരുപാട് സന്തോഷമുണ്ട്. സത്യത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണെന്ന് ഞാൻ ഇന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നു. സത്യത്തിൻ്റെ യഥാർത്ഥ ശക്തി എത്രത്തോളമാണെന്നും സത്യത്തിൻ്റെ കഴിവ് എത്രത്തോളമാണെന്നും ഈ രാജ്യത്തിന് മുമ്പിൽ ഞാൻ തെളിയിച്ചു കൊടുത്തിരിക്കുന്നു. തുടർച്ചയായി 2.5 മണിക്കൂർ ഈ രീതിയിൽ ബഹളം വെച്ചിട്ടും അങ്ങയെപ്പോലും അപമാനിച്ചിട്ടും ഈ പ്രസംഗം എനിക്ക് പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗത്ത് സത്യമുണ്ടായതുകൊണ്ടാണ്. കഴിഞ്ഞിട്ടില്ല. ഇനി രാജ്യസഭയിൽ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൻ്റെ ആദ്യ ഭാഗം കൂടി കാണാം. മുതിർന്ന അംഗങ്ങളുള്ള രാജ്യസഭയിലെങ്കിലും സമാധാനപരമായി തന്നെ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് നരേന്ദ്രമോദി പ്രതീക്ഷിച്ചു. പക്ഷേ അവിടെയും പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ വളരെ വലിയ ബഹളങ്ങളുണ്ടാക്കിയാണ് പ്രതിപക്ഷം ചെയ്തത്. മുതിർന്ന അംഗങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നതിൽ നരേന്ദ്രമോദിക്ക് നല്ല വിഷമമുണ്ടായിരുന്നുവെന്ന് ആ മുഖം കണ്ടാൽ മനസ്സിലാക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ വിത്തുകൾ മുതൽ ചന്തകൾ വരെ എല്ലാ അർത്ഥത്തിലും നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും ഈ സർക്കാർ ശ്രദ്ധിച്ചുകൊണ്ട് മൈക്രോ പ്ലാനിംഗ് നടത്തിയിട്ടാണ് നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും വേണ്ടി ഈ സർക്കാർ നിരന്തരം പ്രവർത്തിച്ചത്. ലോക്സഭയിൽ ചെയ്തതുപോലെ തന്നെ രാജ്യസഭയിലും മുതിർന്ന അംഗങ്ങൾ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ തുടർച്ചയായ ബഹളം വയ്ക്കുകയായിരുന്നു. കോൺഗ്രസിൻ്റെ കാലഘട്ടത്തിൽ അവരുടെ 10 വർഷത്തിൽ ഒരു തവണ മാത്രം കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളി എന്ന് പറഞ്ഞ് വലിയ ഉത്സവമായിരുന്നു, വലിയ ആഘോഷമായിരുന്നു. അവരുടെ 10 വർഷത്തിൽ ഒരു തവണ മാത്രം ചെയ്ത ആ കാര്യത്തിൻ്റെ പേരിൽ കർഷകരോട് നിരന്തരം ഞങ്ങൾ നിങ്ങളുടെ രക്ഷകരാണ് എന്ന് അവർ ആഘോഷിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു. 10 വർഷത്തിൽ കേവലം ഒരു തവണ മാത്രം 60,000 കോടി രൂപയുടെ കർഷക വായ്പകളാണ് UPA സർക്കാർ എഴുതിത്തള്ളിയത്. ഈ 60,000 കോടി രൂപ എഴുതിത്തള്ളിയതിൻ്റെ പേരിൽ അവർ മാത്രമാണ് കർഷകരുടെ രക്ഷകർ എന്ന പേരിൽ അവർ വലിയ ആഘോഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിൻ്റെ കണക്കുകൾ പ്രകാരം തന്നെ 60,000 കോടി രൂപ ഒരു തവണ അവർ കർഷക വായ്പകൾ എഴുതിത്തള്ളിയപ്പോൾ രാജ്യത്താകെ ഏതാണ്ട് 3 കോടി കർഷകർക്കാണ് അതിൻ്റെ ഗുണം കിട്ടിയത്.
അതും ചെറിയ ചെറിയ കർഷകർക്ക് അതിൻ്റെ ഒരു ഗുണവും ഉണ്ടായിരുന്നില്ല. സാധാരണ ചെറിയ കർഷകരുടെയോ പാവപ്പെട്ട കർഷകരുടെയോ പേര് പോലും ആ പദ്ധതിയിൽ ഉണ്ടായിരുന്നില്ല. ആർക്കാണോ ശരിക്കും ആവശ്യമുണ്ടായിരുന്നത് അവർക്ക് ഈ പദ്ധതിയുടെ ഒരു ഗുണം പോലും ലഭിച്ചിരുന്നില്ല. പക്ഷേ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് എൻ്റെ കണ്ണുകൾ പോയത് ഈ രാജ്യത്തെ ഏറ്റവും പാവപ്പെട്ട കർഷകരുടെ നേരെയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ രീതിയിൽ രാജ്യത്താകെ 10 കോടിയിലധികം കർഷകർക്ക് കിസാൻ സമ്മാൻ യോജന എന്ന പദ്ധതി പ്രകാരം വർഷം 6000 രൂപ വീതം അവരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകി. വെറും 6 വർഷം കൊണ്ട് മാത്രം രാജ്യത്താകെ 11 കോടി കർഷകർക്ക് 3 ലക്ഷം കോടി രൂപയാണ് ഈ സർക്കാർ നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്തത്. അപ്പോഴാണ് 10 വർഷത്തിൽ ഒരിക്കൽ മാത്രം 60,000 കോടി രൂപയുടെ ലോൺ എഴുത്തുള്ളതിൻ്റെ പേരിൽ അവർ ആഘോഷിക്കുന്നത്. 3 ലക്ഷം കോടി രൂപ കിസാൻ സമ്മാൻ നിധി പദ്ധതി പ്രകാരം മാത്രം ഞാൻ ഈ രാജ്യത്തെ 11 കോടിയിലധികം കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകി. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അതിനെക്കുറിച്ച് രാജ്യസഭാ അധ്യക്ഷനും ഉപരാഷ്ട്രപതിയുമായ ജഗ്ദീപ് ധൻഖർ പറയുന്നത് കൂടി കേൾക്കുക. ഞാൻ പൂർണ്ണമായും സഭയുടെ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള ചർച്ചകൾക്കുള്ള അവസരം തന്നിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായും നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിച്ചു. ആ സമയത്ത് നിങ്ങൾ പറയേണ്ടതെല്ലാം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും സഭാനാഥനായ പ്രധാനമന്ത്രി പറയുന്നത് കേൾക്കാനുള്ള മര്യാദ നിങ്ങൾ കാണിക്കണം. രാജ്യസഭാ ഉപാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ പ്രതിപക്ഷ നേതാവിനോട് അഭ്യർത്ഥിക്കുന്നുണ്ടായിരുന്നു. അത് കേൾക്കാതെ അവർ സഭയിൽ നിന്ന് ബഹളം വെച്ചതിന് ശേഷം വാക്കൗട്ട് നടത്തി പോകുന്നതാണ് പിന്നീട് കാണാൻ കഴിയുന്നത്. ആദരണീയ സഭാപതിജി, രാജ്യം ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരന്തരമായി നുണ പറയുന്ന ഈ ആളുകൾക്ക് സത്യം കേൾക്കാനുള്ള ശക്തി പോലുമില്ല, ക്ഷമ പോലുമില്ല. സത്യം പറഞ്ഞ് ഭരണപക്ഷത്തോട് മത്സരിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാണ് പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിപ്പോകുന്നത്. ഇത്രയും ദിവസം ഇവിടെ ഇരുന്ന് ഭരണവർഗത്തിനെതിരെ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം, ചോദ്യങ്ങൾ ചോദിച്ചതിന് ശേഷം ഞങ്ങൾ പറയുന്ന മറുപടി കേൾക്കാൻ പോലും അവർക്ക് ക്ഷമയില്ല. അതിനുള്ള കരുത്ത് അവർക്കില്ല. കാരണം ഞങ്ങൾ പറയുന്നത് സത്യമാണ്. നുണകളുടെ കൊട്ടാരം പണിയുന്നവർക്ക് സത്യം കേൾക്കാൻ തീർച്ചയായും ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയും മുതിർന്ന അംഗങ്ങൾ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ രാജ്യസഭയെ അപമാനിക്കുകയാണ്. രാജ്യസഭയുടെ മഹത്തായ പാരമ്പര്യത്തെ പോലും അവഗണിച്ചുകൊണ്ട് അതിനെ അപമാനിക്കുകയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. ആദരണീയ സഭാപതിജി, ഈ രാജ്യത്തെ ജനങ്ങൾ ഇത്രയും വലിയ പരാജയം ഈ പ്രതിപക്ഷ പാർട്ടികൾക്ക് നൽകിയിട്ടും അതും മനസ്സിലാക്കാനുള്ള ശേഷിയോ ജനങ്ങളുടെ ആഗ്രഹമനുസരിച്ച് തിരുത്താനുള്ള ഒരു ചിന്താഗതിയോ അവർക്കില്ല. സഭയിലിരുന്ന് നുണ പറയുക, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മുദ്രാവാക്യം വിളിക്കുക, അവസാനം മറുപടി കേൾക്കാൻ ക്ഷമയില്ലാതെ മൈതാനം വിട്ടിറങ്ങിപ്പോകുക. ഇത് മാത്രമാണ് അവർക്ക് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് അവരുടെ വിധി. പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിപ്പോയതിനു ശേഷം രാജ്യസഭാ ഉപാധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. ഞാൻ അവരുടെ ആവശ്യമനുസരിച്ചുള്ള എല്ലാ ചർച്ചകളും ചെയ്തിരുന്നു. എന്നിട്ട് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു മറുപടി കേൾക്കണമെന്ന്. പ്രതിപക്ഷ നേതാവിന് യാതൊരു തടസ്സവുമില്ലാതെ പറയാനുള്ളതെല്ലാം പറയാനുള്ള അവസരം ഞാൻ കൊടുത്തിരുന്നു. ഇന്നവർ ചെയ്തത് കേവലം സഭയിൽ നിന്നിറങ്ങിപ്പോവുക മാത്രമല്ല, മര്യാദ കൂടിയാണ് അവരില്ലാതാക്കിയിരിക്കുന്നത്. ഇന്നവർ എന്നോടുള്ള ദേഷ്യമല്ല കാണിച്ചിരിക്കുന്നത്, ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടാണ് അവർ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഇന്ന് പ്രതിപക്ഷം എന്നോടോ ഈ സഭയോടോ അല്ല അനാദരവ് കാണിച്ചിരിക്കുന്നത്, അവർ ചെയ്ത സത്യപ്രതിജ്ഞയോട് തന്നെയാണ് അവർ അനാദരവ് കാണിച്ചിരിക്കുന്നത്. ഭാരതത്തിൻ്റെ ഭരണഘടനയെ ഇതിനേക്കാൾ മോശമായി പ്രതിപക്ഷത്തിന് അപമാനിക്കാൻ കഴിയില്ല. ഭരണഘടനയെ തൊട്ട് അവർ നടത്തിയ സത്യപ്രതിജ്ഞ അവർ ലംഘിച്ചിരിക്കുകയാണ്. എനിക്ക് അതിശയം തോന്നുന്നു, എങ്ങനെയാണ് ഇവർക്കിങ്ങനെ പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഇത് അപ്പർ ഹൗസാണ്. മറ്റെല്ലാ സഭകൾക്കും ജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും മാർഗദർശിയാകേണ്ട സഭയാണിത്. ഈ സഭയിൽ ഈ രീതിയിൽ ഇത്രയും മുതിർന്ന അംഗങ്ങൾ ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത് എത്ര മോശമായ അവസ്ഥയാണ്. ഈ രാജ്യത്തെ ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിന് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള അവസരം ഞാൻ നൽകിയിരുന്നു. ഇന്നലെ സമയം കഴിഞ്ഞ് പാതിരാത്രി വരെ ഈ സഭ നടത്തിയിരുന്നു. കാരണം അവർക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള അവസരം കൊടുക്കണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ അവർക്ക് പറയാനുള്ളതെല്ലാം പറഞ്ഞതിന് ശേഷം ഭരണപക്ഷം പറയുന്നത് കേൾക്കാനുള്ള മര്യാദ പോലും അവർ കാണിക്കുന്നില്ല. എല്ലാ അംഗങ്ങൾക്കും സംസാരിക്കാൻ അവസരം നൽകിയിരുന്നു.
ജനങ്ങൾ തെരഞ്ഞെടുത്തു വിട്ട ഈ ജനപ്രതിനിധികൾ അവർ നടത്തിയ സത്യപ്രതിജ്ഞയെ പോലും അപമാനിക്കുന്ന രീതിയിൽ ഇങ്ങനെ പെരുമാറുന്നതിൽ തീർച്ചയായും എനിക്ക് വലിയ ദുഃഖമുണ്ട്. ഭാരതത്തിന്റെ ഭരണഘടന എന്നത് കയ്യിൽ പിടിച്ച് ഉയർത്തിക്കാണിച്ച് കൊണ്ടുനടക്കാനുള്ളതല്ല. അതൊരു ഭാരതീയൻ എങ്ങനെ ജീവിക്കണമെന്നുള്ളതിൻ്റെ പുസ്തകമാണ്. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു അവർ സ്വയം അവർ ചെയ്ത തെറ്റുകൾ മനസ്സിലാക്കണം, ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ച് അവരുടെ കടമകളിലേക്ക് അവർ തിരികെ വരണം. പ്രധാനമന്ത്രി, ആദരണീയ സഭാപതിജി, താങ്കളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ രാജ്യത്തെ 140 കോടി ജനം തെരഞ്ഞെടുപ്പിലൂടെ തീരുമാനമെടുത്തത് മനസ്സിലാക്കാനുള്ള ശേഷി പോലും പ്രതിപക്ഷത്തുള്ളവർ കാണിക്കുന്നില്ല. ഇന്നലെ ലോക്സഭയിൽ 2.5 മണിക്കൂർ തുടർച്ചയായി എൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള അവരുടെ ശ്രമം വിജയിച്ചില്ല. ഇന്നവർക്ക് ആ രീതിയിൽ ബഹളം വെച്ച് എന്നോട് മത്സരിക്കാനുള്ള ശക്തി പോലുമില്ല. അവർ കളി ഉപേക്ഷിച്ച് മൈതാനം വിട്ടു പോയിരിക്കുകയാണ്. ആദരണീയ സഭാപതിജി, ഞാൻ എൻ്റെ കടമയിൽ വിശ്വസിക്കുന്ന ആളാണ്. ഞാൻ ഈ സഭയിൽ വന്നത് ഏതെങ്കിലും ഡിബേറ്റിൽ ജയിച്ചു കാണിക്കാനല്ല. ഞാൻ ഈ രാജ്യത്തിൻ്റെ സേവകനാണ്. രാജ്യത്തെ ജനങ്ങളോട് എനിക്ക് പ്രതിബദ്ധതയുണ്ട്. ഈ രാജ്യത്തെ ജനങ്ങൾക്ക് മുമ്പിൽ ഞാൻ ഓരോ മണിക്കൂറിലും ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട്. കാരണം അവരുടെ സേവകനാണ് ഞാൻ. അവർക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ആളാണ് ഞാൻ. ആദരണീയ സഭാപതിജി, വളത്തിൻ്റെ കാര്യത്തിൽ ലോകത്താകെ എല്ലാ രാജ്യങ്ങളിലും കർഷകർക്ക് ആവശ്യമുള്ള വളം ലഭിക്കുന്നതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായി. സ്വാഭാവികമായി അതിൻ്റെ വിലയും കൂടി. പക്ഷേ നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാകരുതെന്ന് എൻ്റെ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഏതാണ്ട് 12 ലക്ഷം കോടി രൂപ 12 ലക്ഷം കോടി രൂപ ഈ രാജ്യത്തെ കർഷകർക്ക് വളത്തിൻ്റെ പേരിൽ മാത്രം സബ്സിഡിയായി നൽകി. നമ്മുടെ രാജ്യത്തെ കർഷകർക്ക് ആ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ സർക്കാർ അവരെ തോളിലെടുത്തുയർത്തിയാണ് ഈ രീതിയിൽ സബ്സിഡി നൽകി കർഷകർക്ക് ആശ്വാസം നൽകിയത്. ആദരണീയ സഭാപതിജി, കർഷകർക്ക് താങ്ങുവിലയുടെ കാര്യത്തിലും എൻ്റെ സർക്കാർ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന വിലയാണ് നൽകുന്നത്. റെക്കോർഡ് വില വർധനമാണ് വരുത്തിയത്. താങ്ങുവില പ്രഖ്യാപിച്ച് വെറുതെ ഇരിക്കുകയല്ല എൻ്റെ സർക്കാർ ചെയ്തത്. കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് താങ്ങുവിലയൊക്കെ പ്രഖ്യാപിക്കുമായിരുന്നു. പക്ഷേ കർഷകരിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങി സംഭരിക്കുമായിരുന്നില്ല. സംഭരിച്ചാലല്ലേ പണം കൊടുക്കേണ്ടതുള്ളൂ. പ്രഖ്യാപിക്കാൻ വളരെ എളുപ്പമാണല്ലോ. എന്നാൽ എൻ്റെ സർക്കാർ അങ്ങനെയല്ല ചെയ്തത്. പഴയ സർക്കാരിനെ അപേക്ഷിച്ച് നോക്കിയാൽ അനേകം മടങ്ങ് വിളകൾ വാങ്ങി സംഭരിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. അതിൻ്റെ ഗുണം തീർച്ചയായും ഈ രാജ്യത്തെ കർഷകർക്ക് നേരിട്ട് ലഭിക്കുകയും ചെയ്തു. കർഷകരിൽ നിന്ന് അവരുടെ വിളകൾ, ധാന്യങ്ങൾ സംഭരിക്കുന്നതിലും ഈ സർക്കാർ റെക്കോർഡ് സൃഷ്ടിച്ചു. ആദരണീയ സഭാപതിജി, കഴിഞ്ഞ 10 വർഷത്തെ മാത്രം കണക്കെടുത്താൽ, കോൺഗ്രസുമായി താരതമ്യം ചെയ്ത് നോക്കിയാൽ, നെല്ലിൻ്റെയും ഗോതമ്പിൻ്റെയും സംഭരണത്തിൽ മാത്രം കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തേക്കാൾ 2 ഇരട്ടിയിലധികം തുക കർഷകർക്ക് നൽകാൻ എൻ്റെ സർക്കാരിൻ്റെ കാലത്ത് കഴിഞ്ഞു. ഇനി വരുന്ന 5 വർഷത്തിൽ ഈ രീതിയിൽ കഴിഞ്ഞ സർക്കാരിനേക്കാൾ ഇരട്ടിയിലധികം സംഭരിച്ചു എന്നുള്ള കണക്കല്ല ഞാൻ പറയാൻ പോകുന്നത്. ഈ രാജ്യത്തെ കർഷകരുടെ അവസ്ഥ മനസ്സിലാക്കി, അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അവരുടെ കഷ്ടപ്പാടിന് ശരിയായ വില നൽകുന്ന രീതിയിൽ പുതിയ പുതിയ മേഖലകൾ ഞാൻ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. അവർക്ക് കൂടുതൽ വരുമാന വർധന ഉണ്ടാക്കുന്ന രീതിയിൽ, അവരുടെ വിളകൾ കൂടുതൽ സംഭരിക്കാൻ കഴിയുന്ന രീതിയിൽ ലോകത്തിലെ ഏറ്റവും വലിയ സംഭരണ കേന്ദ്ര നിർമ്മാണം നമ്മുടെ സർക്കാർ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ സഹകരണ വകുപ്പിന് കീഴിൽ ലക്ഷക്കണക്കിന് സംഭരണ കേന്ദ്രങ്ങളാണ് സഹകരണ വകുപ്പിന് കീഴിൽ കേന്ദ്ര സർക്കാർ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. പഴം, പച്ചക്കറി സംഭരിക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ കോൾഡ് സ്റ്റോറേജുകളുടെ നിർമ്മാണവും ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വരുന്ന 5 വർഷത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ആ മേഖലയിലും രാജ്യത്തിന് കാണാനാകും. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇങ്ങനൊരു വിഭാഗം ഇവിടെ ഉണ്ടായിരുന്നു. ഒരു സർക്കാരും അവരെ കേൾക്കാനും തയ്യാറായിരുന്നില്ല, അവരോടൊന്നും സംസാരിക്കാനും തയ്യാറായിരുന്നില്ല. എന്നാൽ എൻ്റെ സർക്കാർ അവരെ കേൾക്കുകയും ചെയ്തു, അവരെ പൂജിക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഈ രാജ്യത്തെ ദിവ്യാംഗരെക്കുറിച്ചാണ്. ഈ സർക്കാർ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി, അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് പഠിച്ച് അവർക്ക് ഈ സമൂഹത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതിനുള്ളൊരു മാർഗവും രീതികളും സർക്കാർ തന്നെ ഇടപെട്ടുണ്ടാക്കി. ഇന്ന് ഈ രാജ്യത്തെ ദിവ്യാംഗർ അവരുടെ സ്വന്തം കാര്യമെങ്കിലും നോക്കാൻ കഴിയുന്ന തരത്തിൽ വരുമാന മാർഗം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ അവരെ മാറ്റിയിരിക്കുന്നു. ഇന്നവർ അഭിമാനത്തോടു കൂടി ഈ രാജ്യത്ത് ജീവിക്കുന്നു.
ആദരണീയ സഭാപതിജി, അതുപോലെ തന്നെ നമ്മുടെ പൊതുസമൂഹം മാറ്റി നിർത്തി അപമാനിച്ചിരുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്ജെൻഡർ സമൂഹം. ഒരു തരത്തിലും അവരെ കൂടെ ചേർത്ത് നിർത്താൻ സമൂഹം തയ്യാറായിരുന്നില്ല. ഭരണാധികാരികളും അവർക്ക് വേണ്ടി ഒന്നും ചെയ്തിരുന്നില്ല. എന്നാൽ എൻ്റെ സർക്കാർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് വേണ്ടി ഒരു പ്രത്യേക നിയമം പോലും കൊണ്ടുവന്നു. അതിനെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങൾ പോലും അത്ഭുതത്തോടു കൂടി ഭാരതത്തെ നോക്കുകയാണ്. ഭാരതത്തിൽ ഇത്രയും വലിയ പ്രോഗ്രസീവായ മാറ്റമോ എന്നാണ് അവർ ചോദിക്കുന്നത്. അവരുടെ പുരോഗതിക്ക് വേണ്ടി പ്രത്യേക നിയമം കൊണ്ടുവന്ന എൻ്റെ സർക്കാർ അവർക്ക് സമൂഹത്തിൽ ബഹുമാനം കിട്ടുന്ന വിധം പത്മ അവാർഡിൽ പോലും ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ പരിഗണിച്ചു. നമ്മളെല്ലാവരും പലപ്പോഴും കേട്ടിട്ടുണ്ടാവും PVTG എന്ന്. വളരെ നാമമാത്രമായ പട്ടികവർഗ സമൂഹമാണത്. പക്ഷേ സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കാലമായിട്ടും അവർക്ക് ഗുണമുണ്ടാകുന്ന തരത്തിൽ സർക്കാർ ഒന്നും ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, അവരെ സമൂഹത്തിൻ്റെ ഭാഗമായി പോലും സർക്കാരും ജനങ്ങളും കണ്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. എന്നാൽ ആരും പരിഗണിക്കാതിരുന്ന ആ സമൂഹത്തിന് വേണ്ടി PM ജൻമൻ യോജന എന്നൊരു പദ്ധതി കൊണ്ടുവന്ന് അവർക്ക് വേണ്ടി മാത്രമായി 24,000 കോടി രൂപയാണ് എൻ്റെ സർക്കാർ ചെലവഴിച്ചത്. അവർ രാജ്യത്താകെ എണ്ണത്തിൽ വളരെ കുറവായിരുന്നതുകൊണ്ട് തന്നെ, അവർ വോട്ട് ബാങ്ക് അല്ലായിരുന്നതുകൊണ്ട് തന്നെ അവരുടെ പ്രശ്നങ്ങൾ ആരും പരിഗണിച്ചിരുന്നില്ല. എന്നാൽ എൻ്റെ സർക്കാരും ഞാനും വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് അല്ല കളിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത്. കാരണം ഞങ്ങൾക്ക് പ്രധാനം ഈ രാജ്യത്തിൻ്റെ വികസനമാണ്, ജനങ്ങളുടെ വികാസമാണ്. ആദരണീയ സഭാപതിജി, നമ്മുടെ രാജ്യത്ത് പരമ്പരാഗത തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാന പങ്കാളികളാണ് അവർ. നമ്മുടെ വിശ്വകർമ്മ സമൂഹം, അവരുടെ കഴിവുകൾ പല രീതിയിൽ സമൂഹം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ സർക്കാർ അവരെയും പരിഗണിച്ചു. വിശ്വകർമ്മ യോജന പദ്ധതി പ്രകാരം 13,000 കോടി രൂപ ചെലവഴിച്ച് വിശ്വകർമ്മ സമൂഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. അവരെ കൂടുതൽ പ്രൊഫഷണൽ ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആ പദ്ധതി വിഭാവനം ചെയ്തത്. പഴയ സർക്കാർ എപ്പോഴും പറയുമായിരുന്നു ബാങ്കുകൾ എന്നത് പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്നാൽ നമ്മുടെ രാജ്യത്തെ തെരുവ് കച്ചവടക്കാർക്ക്, പാവപ്പെട്ടവർക്ക് ബാങ്കിൻ്റെ പടി കാണാൻ പോലുമുള്ള അവസരമുണ്ടായിരുന്നില്ല മുൻ സർക്കാരിൻ്റെ കാലത്ത്. എന്നാൽ എൻ്റെ സർക്കാർ വന്നതിന് ശേഷം PM സ്വനിധി പദ്ധതി പ്രകാരം ബാങ്കുകൾ അവർക്ക് ലോൺ കൊടുക്കാൻ തുടങ്ങി. ഇന്ന് അവർക്ക് പലിശക്കാരുടെ ബുദ്ധിമുട്ടുകളില്ലാതെ അവരുടെ സ്വന്തം ബിസിനസ് ചെറുതാണെങ്കിലും നോക്കി നടത്താൻ കഴിയുന്നു. യാതൊരുവിധ ഈടുമില്ലാതെ ബാങ്കുകൾ അവർക്ക് ലോൺ നൽകുന്നു. PM സ്വനിധി പദ്ധതി പ്രകാരം നമ്മുടെ രാജ്യത്ത് ഫുട്പാത്തിലിരുന്ന് കച്ചവടം ചെയ്ത ആളുകൾ ഒരു ചെറിയ പെട്ടിക്കടയെങ്കിലും വെച്ച് ഇപ്പോൾ അവരുടെ സ്വന്തം കട എന്ന പേരിൽ അഭിമാനത്തോടു കൂടി ജോലി ചെയ്യാൻ കഴിയുന്നു. മുൻകാലങ്ങളിൽ അവർ തന്നെയാണ് ജോലി ചെയ്തിരുന്നതെങ്കിൽ ഇന്ന് ഒരാൾക്ക് കൂടിയെങ്കിലും ജോലി കൊടുക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവർ വളർന്നിരിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഈ രാജ്യത്തെ പിന്നോക്ക വിഭാഗക്കാരെ, ദളിതരെ, സ്ത്രീകളെ, തെരുവ് കച്ചവടക്കാരെ, പാവപ്പെട്ടവരെ, ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ, വനവാസി വർഗത്തെ എല്ലാവരെയും പരിഗണിക്കുന്നൊരു സർക്കാരാണ് ഇന്ന് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ സ്നേഹത്തോടെ മൂന്നാമതും അധികാരത്തിൽ വരാൻ എനിക്ക് കഴിഞ്ഞത്. ആദരണീയ സഭാപതിജി, മണിപ്പൂരിനെക്കുറിച്ചും ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. തുടർച്ചയായ ചോദ്യങ്ങൾ ചോദിക്കുകയാണല്ലോ. എൻ്റെ കഴിഞ്ഞ ഭരണകാലത്ത് തന്നെ മണിപ്പൂരിനെക്കുറിച്ച് വളരെ വിശദമായി തന്നെ ഞാൻ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഒരിക്കൽ കൂടി ജനങ്ങൾക്ക് വേണ്ടി മണിപ്പൂരിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഞാൻ അങ്ങയിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. മണിപ്പൂരിലെ സ്ഥിതിഗതികൾ ശാന്തമാക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്. തീർച്ചയായും നമ്മളെ വിഷമിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ മണിപ്പൂരിലുണ്ടായി. പക്ഷേ ഏതാണ്ട് 11,000-ലധികം FIRകൾ മണിപ്പൂർ പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് പോലീസ് രജിസ്റ്റർ ചെയ്ത് കേസെടുത്തു. ഇത്രയും കേസുകളിൽ 500-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ പാർപ്പിക്കുകയും അവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തു. ആദരണീയ സഭാപതിജി, ഈ കാര്യം നമ്മളെല്ലാവരും അംഗീകരിച്ചേ മതിയാകൂ. മണിപ്പൂരിൽ തുടർച്ചയായി അക്രമങ്ങൾ കുറഞ്ഞു വരികയാണെന്നുള്ള വസ്തുത അത് അംഗീകരിച്ചേ മതിയാകൂ. അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് മണിപ്പൂർ ശാന്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രതീക്ഷയും വിശ്വാസവും നമുക്കെല്ലാവർക്കും ഉണ്ടാകണം. ആദരണീയ സഭാപതിജി, മണിപ്പൂർ എന്ന് പറയുന്നത് നിശ്ചലമായി കിടക്കുന്നൊരു സംസ്ഥാനമൊന്നുമല്ല. അവിടെ മറ്റ് സംസ്ഥാനങ്ങളിലെ പോലെ സാധാരണ പോലെ തന്നെ സ്കൂളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, കോളേജുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ആശുപത്രികളും എല്ലാ സർക്കാർ സ്ഥാപനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യത്തിൻ്റെ മറ്റു പല സംസ്ഥാനങ്ങളിൽ നടന്നതുപോലെ തന്നെ പരീക്ഷകളും നീറ്റ് ഉൾപ്പെടെയുള്ളത് മണിപ്പൂരിൽ നടന്നിട്ടുണ്ട്. ആദരണീയ സഭാപതിജി,
കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും നിരന്തരമായി മണിപ്പൂരിലുള്ള എല്ലാ വിഭാഗത്തിൽപ്പെട്ട എല്ലാ ആളുകളോടും സംസാരിച്ച് വളരെ സൗഹാർദ്ദപരമായൊരു സ്ഥിതി അവിടെ കൊണ്ടുവരാൻ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ചെറിയ ചെറിയ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ എല്ലാം കൂടി ചേർത്തുകൊണ്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ജോലിയാണ്. പക്ഷേ സമാധാനപരമായി കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അത് കൃത്യമായി നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ സർക്കാരിൻ്റെ കാലത്ത് പ്രശ്നങ്ങളുണ്ടായപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ട് തന്നെ മണിപ്പൂരിൽ കുറച്ച് ദിവസം തങ്ങിയാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ച് സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചത്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആഴ്ചകളോളം മണിപ്പൂരിൽ താമസിച്ചാണ് കാര്യങ്ങൾ ഏകോപിപ്പിച്ചത്. കേന്ദ്ര സംസ്ഥാന ഭരണകൂടത്തെ വിവിധ മന്ത്രിമാരും ഞാനും പല രീതിയിൽ മണിപ്പൂരിലെ എല്ലാ കാര്യങ്ങളും ഏകോപിപ്പിച്ചുകൊണ്ട് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാനും അവിടുത്തെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും അവിടുത്തെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അരിയും അവർക്ക് വേണ്ട ഭക്ഷണം നൽകാനും എല്ലാം കൃത്യമായി ശ്രമിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോൾ പോലും NDRFൻ്റെ 2 ടീം മണിപ്പൂരിലുണ്ട്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒന്നു ചേർന്നുകൊണ്ട് ഈ ദിവസവും ഞാൻ ഈ സംസാരിക്കുന്ന ദിവസവും അവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അതിനിടെ സഭാപതിജി, നമ്മളെല്ലാവരും തന്നെ രാജ്യത്തിൻ്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ രാഷ്ട്രീയം നോക്കാതെ മണിപ്പൂരിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനാണ് ശ്രമിക്കേണ്ടത്, അത് പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടത്. എന്നാൽ ചിലർ ചെയ്യുന്നത് മണിപ്പൂരിലെ ചെറിയ ചെറിയ വിഷയങ്ങളിൽ പോലും കൂടുതൽ എണ്ണയൊഴിച്ച് തീ ആളിക്കത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അവരോട് എനിക്ക് അപേക്ഷിക്കാനുള്ളത് ഇത്തരം പരിപാടികൾ അവസാനിപ്പിക്കണമെന്നാണ്. തീർച്ചയായും ഒരു ദിവസം വരും ഈ രീതിയിൽ മണിപ്പൂരിനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളെ അവിടുത്തെ ആളുകൾ തന്നെ മനസ്സിലാക്കി പുറന്തള്ളുന്ന ദിവസം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആദരണീയ സഭാപതിജി, മണിപ്പൂരിൻ്റെ ചരിത്രത്തെക്കുറിച്ച് അറിയുന്ന ആളുകൾക്കെല്ലാം അറിയാം, മണിപ്പൂരിൽ വർഷങ്ങളായി ദശകങ്ങളായി അവിടെ നിരന്തരം കലാപങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നൊരു പ്രദേശമാണ്. തീർച്ചയായും ആ സംഘർഷങ്ങളുടെ അടിസ്ഥാനം വളരെ ആഴമേറിയതാണ്, അത് ആർക്കും നിരാകരിക്കാനാകില്ല. ഇപ്പോൾ മണിപ്പൂർ എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിക്കുന്ന ഈ കോൺഗ്രസ്സുകാർ ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ കാരണം, ഇത്തരം സംഘർഷങ്ങൾ കാരണം മണിപ്പൂരിൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് 10 തവണയാണ് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയത്. 10 തവണ. മണിപ്പൂർ പോലൊരു ചെറിയ സംസ്ഥാനത്ത് എന്തുകൊണ്ടാണ്? തീർച്ചയായും പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടായിരിക്കുമല്ലോ. അതൊന്നും തന്നെ എൻ്റെ ഭരണകാലത്തല്ലെന്ന് മനസ്സിലാക്കണം, അവരുടെ ഭരണകാലത്താണ് 10 തവണ. ഇതൊക്കെ അറിഞ്ഞിട്ടും പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഈ രീതിയിൽ രാജ്യത്തെ തമ്മിലടിപ്പിക്കുന്നതിന് വേണ്ടി നുണ പറയുന്നത്, ഈ രീതിയിൽ രാഷ്ട്രീയം കളിക്കുന്നത് എത്ര മോശമാണെന്ന് ആലോചിച്ച് നോക്കൂ. ആദരണീയ സഭാപതിജി, ഞാനിത് രാജ്യമാകെയുള്ള ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 1993-ലും മണിപ്പൂരിൽ ഇതുപോലെ തുടർച്ചയായ സംഘർഷവും കലാപവും ഉണ്ടായിരുന്നു. അത് എത്ര ഭയാനകമായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടി പറയാം. 93-ൽ നിരന്തരമായി 5 വർഷമാണ് മണിപ്പൂരിൽ കലാപം ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാജ്യം ഇത് മനസ്സിലാക്കണം. മണിപ്പൂരിൽ പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒരു പുതിയ സംഭവമല്ല, വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുന്നതുമല്ല. അതുകൊണ്ട് തന്നെ വളരെ ക്ഷമാപൂർവം സമയമെടുത്തുകൊണ്ട് തന്നെയാണ് ഞാനും എൻ്റെ സർക്കാരും മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. കൂടെ കൂട്ടേണ്ടവരെല്ലാം കൂടെ കൂട്ടി, കേൾക്കേണ്ടവരെല്ലാം കേട്ട് അവിടുത്തെ പ്രശ്നം പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള സമാധാനപരമായ ശ്രമങ്ങളാണ് എൻ്റെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് ഈ രാജ്യത്തെ ജനങ്ങളെങ്കിലും മനസ്സിലാക്കണം. പ്രതിപക്ഷം ഇതെല്ലാം മനസ്സിലാക്കി തന്നെയാണ് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഇങ്ങനെ ബഹളം വെക്കുന്നത്, നുണ പറയുന്നത്. അത് മനസ്സിലാക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കഴിയണം.